ഏതാണ്ട് ഒരു 300 കൊല്ലം മുമ്പുണ്ടായി ഇന്നും ഒരു വാമൊഴിയായി പറഞ്ഞു പോകുന്ന ഒരു ചൊല്ലുണ്ട്. സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ ലോകം മുഴുവൻ ചുറ്റി കറങ്ങിയിട്ടുണ്ടാകുമെന്ന്. വിരൽ തുമ്പി ലോകമിരിക്കുന്ന ആധുനിക ലോകത്ത് നുണയ്ക്ക് ലോകം ചുറ്റാൻ ഇത്തിരി സമയം മതി. കൊടുങ്ങല്ലൂർ ഭരണിക്കിടെ അനുമതിയില്ലാതെ സിനിമ ചിത്രീകരിച്ചു. കോമരത്തെ പോലീസ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ചിത്രീകരിച്ചത്. ഈ ദൃശ്യങ്ങൾ കണ്ടുനിന്ന് ചിലർ മൊബൈലിൽ പകർത്തി വെറുപ്പുളവാക്കുന്ന വിദ്വേഷം പരത്തുന്ന രീതിയിൽ എക്കും പോക്കും അറിയാത്ത മട്ടിൽ അതങ്ങ് പ്രചരിപ്പിച്ചു. പലരും ഇത് യഥാർത്ഥമാണെന്ന് വിശ്വസിച്ചു. അങ്ങനെ തോന്നിയതുപോലെ പ്രചരിച്ചവർക്കെതിരെ പണി വരുന്നുണ്ട്. ഷൈജു കടലുണ്ടി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിനെതിരെ പോലീസ് ഇന്ന് കേസെടുത്തു. അതോടൊപ്പം അനുമതിയില്ലാതെ സിനിമ ചിത്രീകരിച്ചതിന് സംവിധായകനെതിരെയും കേസെടുത്തിരുന്നു. അങ്ങനെ ഇതൊരു മുന്നറിയിപ്പാണ്. തോന്നുംപടി തോന്നിയത് കയ്യിലെ മൊബൈൽ പ്രചരിപ്പിച്ചിരിക്കുന്നവർക്ക് നിങ്ങൾക്കൊരു FIR വരാൻ ബാക്കിയുണ്ടെന്ന മുന്നറിയിപ്പ്. സജു ചാമക്കാലിൽ തൃശ്ശൂരിൽ തയ്യാറാക്കിയ സമഗ്ര റിപ്പോർട്ടിലേക്കാണ് പോലീസ് ആദ്യം പോകുന്നത്. സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളും ദൃശ്യങ്ങളും ഷെയർ ചെയ്യുകയും അത് ഡൗൺലോഡ് ചെയ്ത് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന സ്വഭാവം നമുക്ക് എല്ലാവർക്കുമുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവർ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടിയുള്ളൊരു വാർത്തയാണ് ഇനി പറയാനുള്ളത്. കഴിഞ്ഞ ആഴ്ച കൊടുങ്ങല്ലൂർ ഭരണിക്കിടെ വലിയൊരു സംഭവം ഉണ്ടായി. പ്രത്യേകിച്ച് അവിടെ ഒരു സിനിമ ഷൂട്ടിംഗ് ഈ ദേവസ്വം ബോർഡിൻ്റെ അനുമതിയില്ലാതെ നടക്കുകയുണ്ടായി. ഈ സിനിമ ഷൂട്ടിങ്ങിനിടെ പോലീസുകാർ കോമരത്തെ മർദ്ദിക്കുന്ന ഒരു ദൃശ്യമാണ് അവിടെ ഷൂട്ട് ചെയ്തത്. ഈ ദൃശ്യം മൊബൈലിൽ ഷൂട്ട് ചെയ്ത് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഷൈജു എന്ന് പറയുന്ന ഫേസ്ബുക്ക് IDക്കെതിരെയാണ് ഇപ്പോൾ ഒരു കേസ് വന്നിരിക്കുന്നത്. ഇയാൾ ഈ പോലീസുകാർ കോമരത്തെ മർദ്ദിക്കുന്ന ദൃശ്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൂടെയാണ് ഈ ദൃശ്യങ്ങൾ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നത്. മതവിദ്വേഷം പരത്തുന്ന രീതിയിലേക്ക് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് അഭികാമ്യമല്ല എന്നുള്ളതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ഈ വാർത്ത പ്രചരിക്കുന്നതിനെ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കേസ് വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ വാർത്തകളോ ദൃശ്യങ്ങളോ നമുക്ക് വരികയാണെങ്കിൽ അതൊക്കെയും നമ്മൾ ഷെയർ ചെയ്യരുത് എന്നുള്ളതാണ് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എന്തായാലും ഈ സിനിമാ ചിത്രീകരണം ദേവസ്വം ബോർഡിന് അനുമതി ഇല്ലാതെയാണ് നടന്നത്. ഈ സിനിമയുടെ സംവിധായകനെതിരെ പോലീസ് കഴിഞ്ഞ ആഴ്ച തന്നെ കേസെടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ വരുന്ന ദൃശ്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന വാർത്തകളോ അത് പ്രചരിപ്പിക്കുകയാണെങ്കിൽ വലിയ തോതിലുള്ള ഭവിഷ്യത്തുകൾ നാം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകർ ഓർക്കുക, സാമൂഹ്യ മാധ്യമങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ചെറിയ വാർത്തകളാകാം, അല്ലെങ്കിൽ ദൃശ്യങ്ങളാകാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളാകാം. ഉറപ്പില്ലാത്ത ഒരു വാർത്തകളും ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരു വാർത്ത നമ്മൾ ഷെയർ ചെയ്താൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ നാം ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.